ഇതുപോലൊരു ചിക്കൻ കറി നിങ്ങൾ കൂട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കേണ്ട വിധം നമ്മൾ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, വീഡിയോയിലേക്ക് പോകാം. നമുക്കിതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് മല്ലിയിലയാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്യുക. ഇനി ഒരു 3-4 പച്ചമുളകാണ്, അത് ഇതേപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്യുക. ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ ചെറിയ ജാറിലാക്കിയിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കണം. വെള്ളം ചേർക്കുന്നില്ല നമ്മളിതിൽ. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്, അതൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് തക്കാളിയാണ്. തക്കാളി ഇതേപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്യണം. തക്കാളി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അടിച്ചെടുക്കണം ജ്യൂസ് രൂപത്തിൽ. അപ്പോൾ തക്കാളി അടിച്ച് കഴിഞ്ഞിരിക്കുന്നത് അത് നമുക്ക് ഇതേപോലെ പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ളത് സവാളയാണ്. സവാള ഇതേപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്ക് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതൊന്ന് അടിച്ചെടുക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പാത്രത്തിൽ തന്നെ മാറ്റി വെക്കാം. നമുക്ക് കുറച്ച് തേങ്ങയാണ് ആവശ്യം. തേങ്ങ ഇതേപോലെ ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് ജീരകം ഇടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, അടിച്ച് കഴിഞ്ഞ് പാത്രത്തേക്ക് മാറ്റി വെക്കാം. ഇനി ആവശ്യമുള്ളത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇനി ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം. ഇനി നമ്മളിതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് തൈരാണ്. വെള്ളം നമ്മൾ ചേർക്കണില്ല, ഫുള്ള് തൈരിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു പാക്കറ്റ് തൈരാണ് നമ്മൾ ഇതിനെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാതും അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഫുള്ള്. ഇനി വേണ്ടിയത് ഇഞ്ചും വെളുത്തുള്ളിയും ഇതേപോലെ അരച്ചതാണ്. മിക്സ് ചെയ്ത് പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ചിക്കൻ ഇതിലേക്ക് ഇട്ട് വെക്കണം. ഇതൊന്ന് നമുക്ക് എന്ത് ചെയ്യും, മിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നല്ല മിക്സ് ചെയ്യണം. അതിനത് നമുക്ക് കുറച്ച് നേരം വെക്കാനുള്ളതാണ്. നാളെ മസാല കതിമൊന്ന് നമുക്ക് പിടിച്ച് കിട്ടുക. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. നമ്മൾക്ക് ഏകദേശം ടൈമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടി ഒന്ന് ചൂടാക്കി എടുക്കണം. ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കണത് നമുക്ക്. കൂടുതലൊന്നും ഓയിൽ ഒഴിക്കാതെ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഓയിൽ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് പൊരിച്ചെടുക്കണം. അതിനുള്ള പീസുകൾ നമുക്ക് പാത്രത്തേക്ക് വെച്ചെടുക്കാം. ഇത് ഇടയ്ക്കൊന്നിങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ മതി. കൂടുതൽ എണ്ണയിലിട്ട് പൊരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സാധനം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയാൽ മതി. നമുക്കൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യത്തെ ലെഗ് പീസ് കുറച്ച് വലുതായതുകൊണ്ട് വെന്ത് കിട്ടിയിട്ടില്ല.
അത് ഇനി അടുത്ത ട്രിപ്പിൽ നമുക്ക് എടുക്കാം. അതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ എല്ലാ പീസും വെന്ത് റെഡി ആയിട്ടുണ്ട്. അതിന് നമുക്ക് ഇനി എന്ത് ചെയ്യാം, പാത്രത്തേക്ക് മാറ്റി വെക്കാം. നമുക്ക് ഈ രൂപത്തിലാണ് നമുക്ക് ചിക്കൻ എന്ത് ചെയ്ത് പൊരിച്ച് കിട്ടേണ്ടത്. കൂടുതൽ പൊരിക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. നമുക്ക് ആവശ്യമുള്ള ഇതേപോലത്തെ ഒരു ചട്ടിയാണ്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിന് മസാല ഇല്ലേ, അത് നമുക്ക് ഇതേപോലെ ചട്ടിയിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ ചിക്കൻ്റെ മസാല തന്നെയാണിത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചൂടായി വരുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ എന്ത് ചെയ്യുക, ഈ മസാലയൊക്കെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ ഉപ്പൊക്കെ എരിവൊക്കെ നമുക്ക് ആവശ്യത്തിന് പിന്നീട് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. നമ്മളൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല പരുവത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് വേവാണ്ട് നമുക്ക്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്, അടി പിടിക്കാതിരിക്കാൻ. ഇനി നമുക്കിതിൽ ക്യാപ്സിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ലാസ്റ്റിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യണം, ഒരു 2 മിനിറ്റും കൂടെ ഇതേപോലെ ഒന്ന് മൂടി വെക്കണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ളായിട്ട് വെന്ത് കിട്ടുള്ളൂ, നല്ല രൂപത്തിൽ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് ഏകദേശം കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഇല ഇട്ട് കൊടുക്കാം. മല്ലിയില തന്നെയാണ് നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കറി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള, ഇത് നമുക്ക് പൊറോട്ടയ്ക്ക് തിന്നാം, ചപ്പാത്തിക്ക്, അതേപോലെ നെയ്ച്ചോറിൽക്കൊക്കെ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണം. അപ്പോൾ ഇനി നമുക്കൊരു അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോ.